ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ ഓരോരോ തിരക്കുകളായിരുന്നു. എല്ലാ പ്രാവശ്യം ഗുരുവായൂർ പോകുന്നത് നമ്മൾ പുനലൂർന്ന് വൈകിട്ട് 6 മണിക്കൊരു ട്രെയിനുണ്ട്, അതിനകത്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ വീടിന് അടുത്തുകൂടെ ഒരു ഗുരുവായൂർ ഫാസ്റ്റ് ഇപ്പോൾ കുളത്തൂപ്പുഴയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ തന്നെ രാവിലെ 4:30-ക്ക് എത്തും. 4 മണിക്ക് കുളത്തൂപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 4:30-ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിലെത്തും. അങ്ങനെ അതിലൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. നല്ല യാത്രയായിരുന്നു. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേണം പോകാൻ. എല്ലാവരും ബുക്ക് ചെയ്താണ് അതിൽ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല, അതാണ് പാട്. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അതിലുണ്ടായിരുന്നത്. ഏകദേശം 1:45 നമ്മൾ ഗുരുവായൂരെത്തും. ട്രാഫിക് ആണെങ്കിൽ ചിലപ്പോൾ 2 മണിയൊക്കെ ആവും, ഒരുപാട് റോഡ് ബ്ലോക്കൊക്കെ ആവുകയാണെങ്കിൽ. അല്ലെങ്കിൽ 1:30 ഒരു സമയം വെച്ചിരിക്കുന്നത് ഗുരുവായൂരെത്താൻ. പിന്നീട് നമുക്കൊന്ന് റൂമൊക്കെ എടുത്ത് ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ 4:30-ക്കാണ് അമ്പലം തുറക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് അമ്പലത്തിലെത്തി ക്യൂ നിന്ന് തൊഴാവുന്നതാണ്. ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയും ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ ചെന്നത്. അന്നേരം സെക്കൻഡ് സാറ്റർഡേയും ശനിയാഴ്ചയും സാറ്റർഡേയും ശനിയാഴ്ചയും പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ചയൊക്കെ ആയിട്ട് പിന്നെ ഇപ്പം വൈശാഖ മാസം കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് പിന്നെ അറിയുന്ന ഒരാളുള്ളത് കൊണ്ട് ഒരുവിധം 2 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് നമുക്ക് തൊഴാൻ പറ്റി. അല്ലാത്ത 6-7 മണിക്കൂർ നിന്നൊക്കെയാണ് ആൾക്കാർ തൊഴുന്നത്. നല്ല തിരക്കാണ്, എല്ലായിടവും നിറഞ്ഞാണ് ആൾക്കാർ നിന്നത്. എങ്കിലും നമുക്ക് വൈകിട്ട് എല്ലാവർക്കും ഈ ഉച്ച കഴിഞ്ഞുള്ള ഇതിന് പോകാമെങ്കിൽ മിക്കവാറും എല്ലാവർക്കും ദർശനമൊക്കെ കിട്ടും. രാത്രിയിൽ പിന്നെ ഒരു 9 മണി വരെ നല്ല ദർശനം കൊടുക്കും. അതിനുശേഷം പിന്നീട് ശീവേലിയ സമയത്തൊക്കെയാണ് കുറച്ച് നേരം അടച്ചു നിർത്തുന്നത്. എല്ലാവരെയും തൊഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ വരുന്നതുകൊണ്ട് അവർക്കത് അറേഞ്ച് ചെയ്ത് പിന്നെ അവിടെ ഓരോരോ പൂജകൾക്ക് വേണ്ടിയിട്ട് അമ്പലം അടയ്ക്കും. അതെല്ലാം കൂടെ ആകുമ്പോഴാണ് കൂടുതൽ തിരക്കാവുന്നത്. പിറ്റേ ദിവസം ഞായറാഴ്ച പിന്നെ പറയുകയും വേണ്ട, ഒരുപാട് കല്യാണം, ഒരു 50 കല്യാണമെങ്കിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ആൾക്കാരുടെ തിരക്കും എല്ലാം കൂടെ നല്ല ഇതായിരുന്നു. ഞായറാഴ്ചയുടെ അന്ന് രാവിലെ ഞങ്ങൾ രാവിലെയുള്ള പൂജ കണ്ട് തൊഴുതു. 4 മണിക്ക് നിർമ്മാല്യം കാണാൻ കയറി. അതുകൊണ്ട് 5:30-5:30 ആകുമ്പോഴത്തേനും നമുക്കത് കണ്ട് തൊഴായിരുന്നു. പിന്നീട് നേരം വെളുത്തപ്പോഴത്തേനും നല്ല തിരക്കായി. അങ്ങനെയൊക്കെയായിരുന്നു ഇപ്രാവശ്യത്തെ ഗുരുവായൂർ യാത്ര. നല്ല യാത്രയായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടും ആ ബസ്സിലാണ് വന്നത്. പിറ്റേ ദിവസത്തെ ഉച്ചയ്ക്ക് 2 മണിക്ക് അവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. നമുക്ക് ഇവിടെ ഒരു 10-10:30 ആകുമ്പോൾ എത്തും. പിന്നെ ഈ പറയുന്ന വഴി ബ്ലോക്ക് ഒരുപാട് വരുവാണെങ്കിൽ ലേറ്റാകും. ഈ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടും പിന്നെ ഒരുപാട് ട്രാഫിക്ക്, അങ്ങ് വണ്ടികളുടെ ബഹളമല്ലേ, അന്നേരം ഒരുപാട് നേരം ട്രാഫിക്കിലൊക്കെ കിടക്കുമ്പോഴാണ് ലേറ്റാകുന്നത്. അല്ലെങ്കിൽ ഒരു 10-11 മണിയോടുകൂടി നമ്മൾ ഈ വീടിൻ്റെ പടിക്കൽ തന്നെ വന്ന് ഇറക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. നല്ല യാത്രയായിരുന്നു. പിന്നെ ബസ്സിലിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം പോയാൽ മതി കേട്ടോ ഇതിനകത്ത്. അല്ലാതെ ബസ്സിലിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ പോകണ്ട. ട്രെയിനിലാകുമ്പോൾ ബുക്ക് ചെയ്തൊക്കെ പോകെങ്കിൽ ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യാം. ഇത് പക്ഷേ ഒറ്റ ഇരിപ്പിരിക്കണം 8 മണിക്കൂർ. നമുക്ക് തന്നെ ബസ്സിലിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരും പിന്നെ ഛർദ്ദിക്കാത്തവരും ഒക്കെ ആണെങ്കിൽ ഈ ബസ് യാത്രയ്ക്ക് നല്ലത്. അങ്ങനെ പോയി കണ്ടു, നന്നായിട്ട് ദർശനമൊക്കെ കിട്ടി, തൊഴുതു. പിന്നീട് അവിടെ ഞാൻ ഷോർട്സ് ഇട്ടിരുന്നുള്ള ഒരു കുപ്പിവള മേടിക്കുന്ന ഒരു കടയുണ്ടല്ലോ, ആ കടയിലൊക്കെ പോയി കുറേ കുപ്പിവളയൊക്കെ വാങ്ങിച്ചു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ തൊഴുതതിന് ശേഷം രാവിലെ മമ്മിയൂർ അമ്പലത്തിൽ പോയി. പിന്നീട് അവിടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തൊട്ടടുത്തെന്നല്ല ഒരു 12 കിലോമീറ്ററൊക്കെ ദൂരമുണ്ട്, ഹരികന്യകാ ക്ഷേത്രം എന്ന് പറഞ്ഞു. മോഹിനി രൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രം. അത് വേറെ എങ്ങും കേരളത്തിൽ അങ്ങനെ ഇല്ല, അപൂർവമായിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിയപ്പം തൊട്ടടുത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങളിൽ പോകാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് ഈ ഹരികന്യകാ ക്ഷേത്രം. അത് ഞാൻ വേറൊരാൾ പോയി ഇങ്ങനെ യൂട്യൂബിൽ കിടക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അതൊന്ന് കാണണമെന്ന് കരുതി അങ്ങനെ ആ അമ്പലത്തിൽ പോയി. വളരെ മനോഹരമായ പുരാതനമായൊരു ക്ഷേത്രം, വർഷങ്ങൾ പഴക്കമുണ്ട്. അതിൻ്റെ ആ ഭിത്തിയൊക്കെ മണ്ണ് വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. നമുക്ക് ഉള്ളിൽ നടന്ന് ക്യാമറ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഫ്രണ്ടിൽ കയറിപ്പോകുന്ന സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പുരാതനമായ ക്ഷേത്രമാണ്. ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ട ക്ഷേത്രവും കൂടിയാണ്.
പക്ഷേ ആൾക്കാർ കാണാൻ ചെല്ലുന്ന ഭക്തജനങ്ങൾ കുറവാണ്. ഒരു ഭക്തജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്ഷേത്രമൊക്കെ പുരോഗമിച്ച് വരത്തുള്ളൂ. ഗുരുവായൂർ ഭക്തജനങ്ങളെ കൊണ്ട് തിരക്ക് കാരണം വയ്യ. പക്ഷേ ഈ ഹരികന്യകാ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ഒട്ടും ആളില്ല. നമ്മളും അവിടെ ഈ വാര്യസന്മാരും അതേപോലെ അഷ്ടപതി പാടുന്ന ആളും പിന്നെ ശാന്തിക്കാരനൊക്കെ ഉള്ളു. ആ സമയത്ത് ഒരു 8:30-9 മണി സമയത്ത് നമ്മൾ ചെന്നപ്പോൾ പോലും അത്രയ്ക്കേ ഉള്ളൂ. നല്ല നിശബ്ദമായ അന്തരീക്ഷം, അതുപോലെ നല്ല സ്ഥലവും കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു ഗുരുവായൂരിന് ചൊവ്വല്ലൂർ എന്ന് പറയുന്ന സ്ഥലവും കഴിഞ്ഞ് കുറച്ച് സ്ഥലം കൊണ്ട് അങ്ങോട്ട് പോകണം. ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. മോഹിനി രൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. ഭഗവാൻ മോഹിനി രൂപം എടുത്തപ്പോഴേ ആ ക്ഷേത്രമാണ്. ദേവിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് മോഹിനി രൂപത്തിൽ. നല്ല കാണേണ്ട ഒരു ക്ഷേത്രമാണ്. ഗുരുവായൂർ പോകുന്നവരൊക്കെ സമയം കിട്ടുന്നെങ്കിൽ അതുപോലെ ഒരു ദിവസം 2 ദിവസമൊക്കെ അവിടെ ഗുരുവായൂർ നന്നായിട്ട് ഇരുന്ന് തൊഴണമെന്നുള്ള ആഗ്രഹമുള്ളവർ ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി. നമുക്ക് ആ ഹരികന്യകാ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. പിന്നെ 3 അമ്പലത്തിൽ ദർശനം നടത്താം, അങ്ങനെയുണ്ട് കേട്ടോ. അവിടെ ഓട്ടോറിക്ഷ വിളിച്ചാൽ 3 അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള 3 അമ്പലത്തിൽ കൊണ്ടുപോകും. അത് അവർ തന്നെ കൊണ്ടുപോയി തൊഴിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവരും. അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് നമുക്ക് എവിടെയൊക്കെ ഇറങ്ങണ്ടേ എവിടെയൊക്കെ കയറേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. അന്നേരം ഇങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങളെ ഈ പുള്ളിക്കാരൻ ഹരികന്യകാ ക്ഷേത്രം, പിന്നീട് തിരുപ്പതി ബാലാജിയുടെ ഒരു ക്ഷേത്രം, അത് അവിടെ അടുത്ത് തന്നെ ആയിരുന്നു. അത് കണ്ടു. അവിടെയും ആളൊന്നുമില്ല, വളരെ തിരക്ക് കുറഞ്ഞ ഒരു അമ്പലം, നല്ല മഹാവിഷ്ണുവിൻ്റെ തിരുപ്പതി ഭഗവാന്റെ രൂപത്തിലുള്ള ക്ഷേത്രം. അത് കഴിഞ്ഞിട്ട് പാർത്ഥസാരഥി ക്ഷേത്രം പിന്നെ ഗുരുവായൂരിനോട് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് അവിടെ നല്ല പുരോഗമനമൊക്കെ വന്നിട്ടുണ്ട്. അമ്പലമൊക്കെ നല്ലോണം വികസിച്ചിട്ടുണ്ട്. നല്ല എല്ലാം കൊണ്ടും ഭഗവാൻ നല്ല ഇതായിട്ടിരിക്കുന്ന സ്ഥലമാണ് പാർത്ഥസാരഥി ക്ഷേത്രം. അത് ഗുരുവായൂർ നമ്മുടെ ആ മഞ്ജുളാലിൻ്റെ ഇപ്പുറത്തൂടെ കുറച്ചങ്ങോട്ട് ചെന്നാൽ മതി. അവിടെ ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 3 അമ്പലത്തിലും ഒരേപോലെ ഈ ഓട്ടോക്കാരൻ കൊണ്ടുപോയി തൊഴിച്ച് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലും കയറി. അത് നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. പിന്നീട് ഗുരുവായൂർ വരുന്നവർ മിക്കവാറും ആൾക്കാർ എങ്ങും കയറത്തില്ല, നേരെ ഗുരുവായൂർ അങ്ങ് പോവുക ചെയ്യുന്ന പതിവ്. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ മമ്മിയൂർ പോയി തൊഴണമെന്നാണ് അത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദർശനം പൂർണ്ണമാവണമെങ്കിൽ മമ്മിയൂർ പോകണമെന്നാണ്. കാരണം ഭഗവാനാണല്ലോ മഹാദേവനാണല്ലോ അവിടെ നിന്ന് നീങ്ങി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മമ്മിയൂരോട്ട് നീങ്ങിയിരുന്നെന്നാണ് പറയുന്നത്. ആ സ്ഥലം യഥാർത്ഥത്തിൽ ഭഗവാൻ ഇരുന്ന സ്ഥലത്താണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം ചെയ്താൽ മമ്മിയൂർ ക്ഷേത്രത്തിലും പോകണമെന്നാണ്. മമ്മിയൂർ ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ചൊരു നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. നമുക്ക് പത്മതീർത്ഥക്കുളത്തിൻ്റെ ആ വഴി റോഡെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഒരു 100 മീറ്റർ, കഷ്ടിച്ച് 200 മീറ്റർ ദൂരമേ ഉള്ളൂ മമ്മിയൂർ ക്ഷേത്രം. പോയിട്ടുണ്ടായിരിക്കും എല്ലാവരും, പോയിട്ടുള്ളവരായിരിക്കും എല്ലാവരും. എന്നാലും ഞാൻ പറയുകയാണ്, പോകാത്തവരുടെ ഇതിന് വേണ്ടി പറയുകയാണ്. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിരിക്കണം. മമ്മിയൂർ ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അടുത്തൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ സമയമുണ്ടെങ്കിലോ ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയൊക്കെ സമയം നോക്കിയല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലും കൂടെ പോയിട്ട് വരുന്നത് ഏറ്റവും നല്ലതാണ്. ഭക്തജനങ്ങൾ ചെന്ന് അവിടുത്തെ വഴിപാടുകളും ഒക്കെ ചെയ്താൽ മാത്രമല്ലേ ഉള്ളൂ ഓരോ അമ്പലങ്ങളും പുരോഗമിക്കത്തുള്ളൂ. അങ്ങനെ പുരോഗമിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഹരികന്യകാ ക്ഷേത്രം. കണ്ടിരിക്കേണ്ട നല്ലൊരു ക്ഷേത്രമാണ്. സമയമുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാനും ഒക്കെ തോന്നും. പക്ഷേ ഓട്ടോ വിളിച്ച് പോയതുകൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ ഇരുന്നങ്ങ് കുറച്ച് നേരം ഇരിക്കാനുള്ള സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ കുറച്ച് നേരം കൊണ്ട് ഇരിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ 3 ക്ഷേത്രത്തിലും തൊഴുത് വന്നു. അതിന് ശേഷം തിരിച്ചു വന്ന് പാൽപ്പായസം റെസിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാൽപ്പായസം 10 മണി കഴിഞ്ഞേ കൊടുക്കുകയുള്ളൂ എന്ന് അമ്പലത്തിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ അത് വന്നപ്പോൾ 10:30 അന്നേരം ആ പാൽപ്പായസം വാങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് 2 മണിക്ക് പിന്നെ ബസ് 1:30-2 മണിക്ക് എടുക്കുമല്ലോ. അന്നേരം റൂമിൽ പോകാമെന്ന് കരുതിയപ്പം കാണാം ഒരുപാട് അന്നദാനം കൊടുക്കുന്നതിൻ്റെ ക്യൂ, ആൾക്കാരിങ്ങനെ 2 വരിയായിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോഴും നിൽക്കണോ സമയം പോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഭഗവാന്റെ അന്നദാനം കഴിക്കുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണല്ലോ. അങ്ങനെ ഞങ്ങളും ആ ക്യൂവിൽ കയറി നിന്നു. എന്തായാലും പെട്ടെന്ന് അന്നേരം ഒരു 11 മണി ആവുന്നതേ ഉള്ളൂ. 10:30 കഴിഞ്ഞ് 10:45 ഉള്ളൂ. അന്നേരം നമുക്ക് സത്യത്തിൽ വിശക്കത്തില്ല. പക്ഷെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. എല്ലാ അമ്പലത്തിലും
ഇതുകൊണ്ടും പിന്നെ കയറി ഇറങ്ങി വന്നതുകൊണ്ടും പിന്നെ ഒരുപാട് രാവിലെ എഴുന്നേറ്റില്ല. 4 മണിയായപ്പോഴേ നമ്മൾ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് വന്നതുകൊണ്ടും ഒക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി ഇങ്ങനെ പോയിട്ട് പിന്നെ മുകളിലൂടെ കയറി താഴെ ഇറങ്ങി അങ്ങനെ ആണ് ആൾക്കാരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പോയി എന്തായാലും 11:30 ആയപ്പോഴത്തേനും നമ്മൾ ഭഗവാന്റെ അന്നദാനമൊക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം അവിടുത്തെ അന്നദാനത്തിൻ്റെ ഒരു പ്രത്യേകത. നല്ല മാമ്പഴപ്പുളിശ്ശേരി, പിന്നെ എന്തോ ഒരു കൂട്ടുകറി, പിന്നെ പയർ വെച്ചൊരു കറി, പിന്നെ ഒരു അച്ചാറ്, പിന്നെന്തോ പപ്പടം, ഇതൊക്കെയായിരുന്നു കറി. നല്ല ടേസ്റ്റായിരുന്നു. വയറ് വിശന്നിരുന്നത് കൊണ്ടും പിന്നെ അവിടുത്തെ ഒരു ചോറിനൊരു ഭയങ്കര പ്രത്യേകതയാണ്. നമുക്ക് കഴിക്കുമ്പോൾ തോന്നും നിറയത്തില്ലെന്ന്, പക്ഷെ കുറച്ച് കഴിക്കുമ്പോഴേ വയറ് നിറയും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ പാൽപ്പായസം ഇത്രയും തരും. പെട്ടെന്ന് കഴിച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അതുപോലെ ആൾക്കാർ നിൽക്കുകയല്ലേ, 2 മണി വരെ എങ്ങാണ്ട് കൊടുക്കും അന്നദാനം. രാവിലെ അതേപോലെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഇഡലിയാണ് ആദ്യം കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ ഉപ്പുമാവ് കൊടുക്കും. ഇത് രണ്ടും ഒരു 8 മണി വരെ ഉള്ളൂ. രാവിലെ 5-5:30 മണിക്ക് തുടങ്ങുമെന്നാണ് പറയുന്നത്. 8 മണിയൊക്കെ ആകുമ്പോൾ അത് കഴിയും. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഭഗവാന്റെ അന്നദാനം കഴിക്കാൻ സ്ഥലം നോക്കിയിട്ട് അവിടെ അറിയാമല്ലോ, അവിടെ ഈ അന്നദാനം കൊടുക്കുന്ന അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും അവിടെ അന്നദാനത്തിൻ്റെ മണ്ഡപം. അറിഞ്ഞുകൂടാത്തവർക്ക്, അറിയാവുന്നവർക്ക് അറിയാം അവിടെ ക്യൂ നിൽക്കേണ്ടതെന്നും ഇതിലേക്ക് പോകേണ്ടതെന്നും. ആ പത്മതീർത്ഥക്കുളത്തിൻ്റെ ആ സൈഡിലാണ് കേട്ടോ. അതിലേക്കൂടെ അങ്ങോട്ട് ക്യൂ നിന്നാൽ മതി. എല്ലാ അന്നദാനത്തിനും ക്യൂ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അത്. അങ്ങനെ പോകുമ്പോൾ എന്തായാലും ഭഗവാനെ കണ്ട് തൊഴാനും അവിടുത്തെ പൂജകളിലൊക്കെ പങ്കെടുക്കാനും. ഞങ്ങൾ തന്നെ വൈകിട്ട് അവിടെ ഇരുന്നു. ഒരാനപ്പുറത്ത് ആദ്യം ഒരു ഭഗവാന്റെ ശീവേലിയുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാൻ ഉള്ളിൽ കയറി പിന്നെ ആ പൂജയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ 3 ആനപ്പുറത്ത് വെഞ്ചാമരമൊക്കെ വീശി ഭഗവാൻ രാജാവായിട്ട് എഴുന്നള്ളുന്ന ഒരു രംഗമുണ്ട്. അത് 3 വലത്തൊക്കെ വെച്ചിട്ടുള്ള ആ ശീവേലിയൊക്കെ ഒന്ന് കാണണം ഗുരുവായൂർ പോകുമ്പോൾ. അല്ലാതെ ഈ ഓടിപ്പോയി തൊഴുത് അവിടെ ചെന്ന് തൊഴുത് ഓടി തിരിച്ച് വരാതെ ഒരു ദിവസം അങ്ങനെയൊക്കെ പോയി ഇതെല്ലാം കാണുന്ന രീതിയിൽ വേണം നമ്മൾ പോകാൻ. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ചെല്ലുകയല്ലേ, അന്നേരം നിപ്പി ഓടി അടുത്ത ട്രെയിനിൽ കയറി വരാതെ ഇതൊക്കെ കണ്ടു വരാൻ വേണ്ടിയിട്ട് വേണം ഗുരുവായൂർ പോകാനെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആ 3 ആനപ്പുറത്തുള്ള ശിവേലി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തൃപ്പുക. അത് ഇത് അഷ്ടദ്രവ്യങ്ങളെല്ലാം ഇട്ട് ഭഗവാനെ പുകച്ച് അത് ശുദ്ധമാക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷം ഇങ്ങനെ അടുത്ത ക്യൂ ഉണ്ട്. നമുക്ക് എന്തോ നെയ്യ് തരുന്നത്. അത് ഭഗവാനെ ആടിയ എണ്ണ, നെയ്യാണ് കൊണ്ടുവരും. നെയ്യ് ഒരു ചെറിയ ഉരുളിയിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കയ്യിലിങ്ങനെ ഒരു സ്പൂണിലിങ്ങനെ ഒഴിച്ച് തരും. അതും കഴിച്ചിട്ട് അന്നേരം തന്നെ അവിടെ കൃഷ്ണനാട്ടം തുടങ്ങും. അത് എല്ലാ ദിവസവും ഇല്ല, ഉള്ള ദിവസം അവിടെ ഒരു പച്ച കർട്ടൻ കെട്ടിയിരിക്കും. നമ്മൾ ആ ശില്പങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ അവിടെ. എന്നിട്ട് എല്ലാവരും ആ തറയിൽ ഇങ്ങനെ നിരന്നിരിക്കും. കുറേ ആൾക്കാരൊക്കെ അങ്ങ് പോകുമ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാം അവിടെ ഇരിക്കും. പിന്നെ കൃഷ്ണനാട്ടം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, നേർച്ചയായിട്ട് നടത്തുന്നത്, അവരും എന്തായാലും കാണും. ചീട്ടാക്കുന്ന എല്ലാവരും കാണണമെന്നാണ്. ദക്ഷിണയൊക്കെ കൊടുത്തു വേണം നമ്മളത് കാണാൻ. ഈ നടത്തുന്ന ഈ അരങ്ങിൽ കഥ അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് നമ്മൾ ദക്ഷിണയൊക്കെ സമർപ്പിക്കണം ലാസ്റ്റിൽ. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു ഇത് കൃഷ്ണനാട്ടം നടത്തുന്നതിന് 3000 രൂപയാണ്. പല ഇതുണ്ട് കഥകൾ. ഒന്ന് ബാണയുദ്ധം, പിന്നെ അവതാരം, പിന്നെ സ്വയംവരം, അങ്ങനെ 3 ഇതെണ്ണമുണ്ട്. 3-ൽ നമുക്കുള്ള മനസ്സിൽ എന്താ ആഗ്രഹം അത് സാധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഥകൾ അവിടെ കൃഷ്ണനാട്ടം അവതരിപ്പിക്കും. അത് എല്ലാ ദിവസവും ഇല്ല, ഉള്ള ദിവസം അത് കാണണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം അതും കണ്ടു. തീരുമ്പോൾ 1 മണിയൊക്കെ ആവും. ഞങ്ങളൊരു 3/4 ഭാഗവും കണ്ടു. നമ്മുടെ കഥകളി പോലെ തന്നെ കഥ പറഞ്ഞിട്ട് അത് അഭിനയിച്ച് കാണിക്കുന്നതാണ്. നല്ല രസമായിരുന്നു കാണാൻ. അതും കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്ന് കിടന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ചാണ് ഞങ്ങൾ പിന്നെ ഇത് നിർമ്മാല്യം കാണാനായിട്ട് പോയി. അതൊക്കെ കണ്ട് തൊഴുത് തിരിച്ചു വന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു യാത്രയും വളരെ സന്തോഷപ്രദമായൊരു യാത്രയായിരുന്നു ഇപ്രാവശ്യത്തെ ഗുരുവായൂർ യാത്ര. നമ്മൾ ഒരേ മനസ്സുള്ള ആൾക്കാർ പോകുമ്പോഴേ നമുക്കതൊരു സംതൃപ്തി കിട്ടുള്ളൂ. ചില ആൾക്കാരുടെ പോയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരണം എന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, അങ്ങ് റൂമിൽ പോകാൻ, കിടക്കാം, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ അവരോടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാനും കേൾക്കാനും ഒക്കത്തില്ല. ഒരേ മനസ്സോടെ അവിടെ ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഇരിക്കാനും പിന്നെ വിഷ്ണു സഹസ്രനാമമൊക്കെ ചെല്ലാം, നാരായണീയം ചെല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലി കുറച്ച് സമയം ഭഗവാന്റെ അടുത്ത് ഇരിക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് പോകുന്നതാണ് നല്ലത്.
അല്ലാതെ അവിടെ ഓടിപ്പോവുക, പിന്നെ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോവുക, അപ്പോൾ പോയിട്ട് തിരിച്ച് വീട്ടിൽ പെട്ടെന്ന് അങ്ങ് റൂമിൽ ചെന്ന് കിടക്കുക എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരുടെ പോകുന്നതിനോട് താല്പര്യമില്ല. പിന്നെ നമുക്ക് വാങ്ങിക്കാനും സന്തോഷമാണ്, എല്ലാം വാങ്ങിക്കാൻ കിട്ടും. കൃഷ്ണൻ്റെ മയിൽപ്പീലി, ഓടക്കുഴൽ, പിന്നെ പ്രതിമകൾ പറയണ്ട, പ്രതിമകളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട്. ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അവിടുത്തെ പ്രതിമകളുടെയൊക്കെ. അത് നിങ്ങൾ കണ്ടു നോക്കണം, എന്തോ ഒരു ഭംഗിയുള്ള കൃഷ്ണനാണ് അവിടുത്തെ പ്രതിമകൾ. പക്ഷേ ഭയങ്കര വിലയാണ് കേട്ടോ. ചെറിയൊരു കൃഷ്ണന് മുതൽ 750 രൂപയൊക്കെയാണ് കുഞ്ഞൊരു കൃഷ്ണൻ. അത് കഴിഞ്ഞ് വലുതിനൊക്കെ 16,000 18,000 അതിൽ കൂടുതൽ വില പറയുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പൈസയുടെ അനുസരിച്ചൊക്കെ വാങ്ങിക്കാം. അതുപോലെ പിന്നെ അവിടുത്തെ ബുക്ക് സ്റ്റാൾ ഉണ്ടല്ലോ, ദേവസ്വം ബുക്ക് സ്റ്റാൾ, അതിനകത്ത് കയറിയാൽ എല്ലാം ഭഗവാന്റെ പുസ്തകങ്ങൾ, രാമായണം, ഭാഗവതം, എന്ത് നമുക്ക് വേണമെങ്കിലും അവിടെ ഉണ്ട്. അവിടെ കയറി പുസ്തകങ്ങൾ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം, നാരായണീയമൊക്കെ വാങ്ങിക്കാം. അവിടെ നിന്നാണ് ഞാൻ നാരായണീയം വാങ്ങിച്ചത് നേരത്തെ. എല്ലാ പുസ്തകങ്ങളും അവിടെ നിന്ന് വാങ്ങിക്കുന്നത് നല്ല പുസ്തകങ്ങളായിരിക്കും. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച്, പിന്നെ എൻ്റെ മെയിനായിട്ട് എൻ്റെ കുപ്പിവെള്ളം മേടിക്കുന്ന സ്ഥലമുണ്ട്, പ്രിയങ്ക സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജുളാലിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ കുപ്പികളുടെ ഒരു മായാ ലോകമാണ്. അവിടെ പോയി കുറച്ച് കുപ്പിവെള്ളയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷം. പിന്നെ ഒരു മഴ പെയ്തു കേട്ടോ, ഞങ്ങൾ ശനിയാഴ്ച ഇടന്ന് നല്ലൊരു വൈകിട്ട് നല്ലൊരു മഴ അവിടെ പെയ്തു. പിന്നെ കല്യാണം, ചോറൂണ്, ഡാൻസ് ഇതെല്ലാം അവിടെ ഒരു സൈഡുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടും അവിടെ ഒരു ദേവലോകം പോലെയാണ്, നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. നട അടച്ചു കഴിയുമ്പോഴും ആൾക്കാർ വരിക, കുളിക്കുക, പിന്നെയും ക്യൂവിൽ കയറി നിൽക്കുക എന്നല്ലോ. ആകെപ്പാടെ 11 മണിയെങ്കിലും ആവും നട അടയ്ക്കാൻ, പിന്നെ 3 മണിക്ക് തുറക്കുകയും ചെയ്യും. അപ്പോൾ 10, 10:30, 11 മണിയാകുമ്പോഴേ വീണ്ടും ട്രെയിനിലും ബസ്സിലും ഒക്കെ വന്ന ആൾക്കാർ കുളിക്കുക, ക്യൂവിൽ കയറി നിൽക്കുകയാണ്. അന്നേരം തന്നെ ക്യൂവിൽ കയറി നിൽക്കുക. അങ്ങനെ അവിടെ ഗുരുവായൂർ ഉറക്കമേ ഇല്ലാത്ത സ്ഥലമാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റുപാട്. അങ്ങനെയൊക്കെയാണ് പോയത്. ഇനി ഉടനെ പോകാൻ സൗകര്യം ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര പോയാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ. അതുകൊണ്ട് ഇനിയും പോകണമെന്ന് തോന്നുമ്പോഴൊക്കെ പോകണം. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ ബസ്സിൽ പോയത് നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നു. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.